ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണ്. നേരം വെളുക്കുന്നേ ഉള്ളൂ, നേരം വെളുക്കുന്നേ ഉള്ളൂ 7 മണിയൊക്കെ 7:30 ആവുന്നേ ഉള്ളൂ. രാവിലെ എണീറ്റ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എണീച്ചെന്തെങ്കിലും ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ വിശപ്പില്ല വരിക. അപ്പോൾ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം തന്നെ നട്ട്സാണ് കഴിക്കുക. നട്ട്സ് ഇന്നലെ കുതിർക്കാൻ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എണീച്ചിങ്ങനെ കഴിക്കും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പണിയൊക്കെ ചെയ്യുള്ളൂ. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളതുകൊണ്ട് ഇന്ന് പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത്. ക്യാൻറ്റീനിൽ നിന്നാണ് കഴിച്ചത്. ഇഡ്ഡലിയായിരുന്നു ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കഴിച്ചിട്ട് കുറച്ച് വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറിയും ചിക്കനും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. എല്ലാം വാങ്ങിയിട്ട് പിന്നെ ഒരു ഉച്ചയായി വീടെത്തിയപ്പോൾ. നാളെ കുറച്ച് പരിപാടി ഉണ്ട്, അതിൻ്റെയൊക്കെ തിരക്കായിരുന്നു. അപ്പോൾ ഒരു ഉച്ചയുറക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഒരു ആഫ്റ്റർനൂൺ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്കൊരു തണുത്ത ഒരു വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. ഓക്കെ, ആക്ച്വലി ഞാൻ സാധാരണ തണ്ണിമത്തൻ ജ്യൂസ് അടിക്കുമ്പോൾ അപ്പുറത്തെ കൂടെ പണിക്കാർ പോകുന്നുണ്ട്, കല്ലിൽ പണിക്കാർ പോകുന്നുണ്ട്. അതാണ് ഞാനിത് പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഒന്ന് ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റിക്ക് പാൽ ഒഴിച്ചിട്ടാണ് നമുക്ക് ഉണ്ടാക്കാം. എന്താ പറയണ്ടേ ഏതാ പറയേണ്ടതെന്ന് അറിയാതെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. എന്നോട് ചിലർ പറഞ്ഞു എൻ്റെ വീഡിയോയ്ക്ക് വോയിസ് ഇല്ലാന്ന്, വോളിയം ഭയങ്കര കുറവാണെന്ന് പറഞ്ഞു. ഇന്നലെ ശരിക്കാണ് ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നു അത്. നമുക്ക് വീഡിയോ എടുത്ത് ചെയ്തൊന്നും ഇല്ലടപ്പാ. സൗണ്ടിൽ സംസാരിക്കാൻ നമുക്ക് ഓട്ടോമാറ്റിലേക്ക് വരണം, അല്ലെങ്കിൽ ഒരു മൈക്ക് വാങ്ങണം. അപ്പം ഞാനത് അടച്ചിട്ട് വരാം. അങ്ങനെ ഇരുന്ന സമയം ഏകദേശം ഒരു 6 മണി കഴിഞ്ഞ് 6:30 ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിനി നടക്കാൻ പോവാം മേളിലേക്ക്. എന്നോട് കുറച്ച് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് നടക്കുന്നത് നല്ലതാണ്, എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം നടക്കാൻ പോകാമെന്ന് വിചാരിക്കണം. മേളിൽ പോയിട്ട് നടക്കാം, ടെറസിൻ്റെ മേളിൽ പോയിട്ട് നടക്കാം. ചൂട് സഹിക്കാൻ വയ്യാത്ത ചൂടാണ് ഗൈസ് ഇവിടെ. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഞാൻ മുടി ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. ഇന്നൊരു 2 തുള്ളി മഴ പെയ്ത്, മഴ എന്ന് പറയാൻ പറ്റില്ല, ഒരു മഴച്ചാറൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പോവുകയും ചെയ്തു. ഞാൻ വിചാരിച്ചു നല്ലൊരു മഴയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചതാണ്, ഇന്ന് നടന്നില്ല. നമുക്ക് മേളിൽ പോവാം. സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ഞാൻ കുഴയും. സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ഞാൻ കുഴയും ഏകദേശം. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങോട്ട് കയറലില്ല. നല്ല തുണിയിലക്കാനോ അതിനൊക്കെ വരുമ്പോൾ മാത്രമേ കയറലുള്ളൂ. അപ്പോൾ ഗായ്സ്, ഞാൻ വീഡിയോയ്ക്ക് അധികം ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു പഴയ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയൊരു ക്ലിപ്പായതുകൊണ്ട് ഇതായിട്ട് ഇടാനും പറ്റില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയും കൂടെ ആഡ് ചെയ്തിടുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ 5th മന്തിൽ എനിക്ക് ചേച്ചി എന്നെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു ചടങ്ങായിരുന്നു കേട്ടോ. 5th മന്തിൽ ഇങ്ങനെ സ്വീറ്റ്സും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ വരുന്ന ഒരു ചടങ്ങുണ്ടെന്ന് ചേച്ചി പറഞ്ഞു. അപ്പോൾ അങ്ങനെ കാണാൻ വന്നതാണ്. അപ്പോൾ അധികം ആരും ഉണ്ടായിരുന്നൊന്നുമില്ല, ഞങ്ങൾ ഫാമിലിയിൽ കുറച്ച് പേര് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പ്രഗ്നൻ്റ് ആയിരിക്കണ സമയത്ത് ഇങ്ങനെ കാണാൻ വരുമ്പോൾ അമ്മയ്ക്കും കുട്ടിക്കൊക്കെ ഭയങ്കര ഹാപ്പിയാവും, സന്തോഷമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന ചടങ്ങാണ് കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. എല്ലാവിടെയും ഇങ്ങനെ 5-ാം മാസം 9-ാം മാസം 5-ാം മാസം 7-ാം മാസം 9-ാം മാസം അങ്ങനെയാണ് പരിപാടി. ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ ചടങ്ങുകളൊക്കെ വയ്ക്കുക. ഇനി 7-ാം മാസം ആകുമ്പോൾ 7-ാം മാസത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഗ്രാൻഡായിട്ട് ചിലവർ ചെയ്യും. 9-ാം മാസം ആകുമ്പോൾ അതിലും ഗ്രാൻഡായിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നൊക്കെയാണ് എനിക്കറിയാം. നമുക്കൊക്കെ ഇത് പുതിയ അറിവുകളാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ചെറുതായിട്ടൊന്നത് ചെയ്തു കേട്ടോ. എന്തായാലും ഹാപ്പി ആയിരുന്നു ഞാൻ ആ സമയത്ത്.
ഇപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഇനി മുതൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണല്ലോ ഇടുക. അപ്പോൾ ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് ഇവിടെ എന്തായാലും കിടന്നോട്ടെ. ഞങ്ങൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഓരോരുത്തർ ഓരോന്നും ഇങ്ങനെ ആയിട്ട് കൊണ്ട് തരുമായിരുന്നു. അതാണ് അമ്മും അപ്പവും. അപ്പോൾ അങ്ങനെ പിന്നെ ഏട്ടനും അമ്മയൊക്കെ തന്നു. എല്ലാവരും മധുരപലഹാരങ്ങളെല്ലാം തന്നു കഴിഞ്ഞു. അത്രയൊക്കെ തന്നെ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതൊരു മെമ്മറി ആയിട്ട് ഇവിടെ കിടന്നോട്ടെ. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.